സംബന്ധിച്ചിടത്തോളം പൂർണ്ണത സ്വാഭാവികമാണ്. For the enlightened, perfection is natural. And opposite is, for the ignorant, imperfection is natural. വിജയ് എന്ന ആ സാംസ്കാരിക തലത്തിലായാലും കലാഭാവങ്ങളുടെ തലത്തിലായാലും ഏത് കാര്യത്തിലേക്ക് ചുവടെടുത്ത് വെച്ചാലും അതിനെ പൂർണ്ണതയിലേക്ക് സ്വാഭാവികമായി എത്തിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെയും കൂടി ഹാർഡ് വർക്കിലൂടെ ആത്മാർത്ഥതയിലൂടെ സാധിക്കുന്നു. സംതിങ് സർപ്രൈസിങ്. ഏത് മേഖലയിലാണ് വിജയം കൈവരിക്കാത്തത് എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പോലും സാധ്യമല്ല. ഭാഗ്യദേവത കലാവാസന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. സമഷ്ടി വാസന എന്ന് പറയുന്നത്. ആ സമഷ്ടി വാസന ദൈവകൃപയാൽ അനുഗ്രഹീതമാകുമ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രപഞ്ച വീക്ഷണത്തിലൂടെ വെളിയിലേക്ക് വരുന്നത്. ഈ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ വിജയന് ഈശ്വര കടാക്ഷം, ദൈവകൃപ, അനുഗ്രഹം, വാസന ഓട്ടോമാറ്റിക്കലി ഉള്ളിലുള്ളത് എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ വളരെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. താങ്കളുടെ ഏത് ഉദ്യമത്തിനും എല്ലാവിധ ആശംസകളും തരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ബാങ്ക് ബാലൻസ് ബട്ട് ബ്ലെസ്സിങ്സ്. വളരെ 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 സന്തോഷം. പല കാര്യങ്ങളും ഞാൻ അറിയുന്നത് നമ്മുടെ നാട്ടുകാരെടുത്തും പൂർവികരെ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പണ്ടേ എനിക്ക് ഈ വ്യക്തി അറിയാമെങ്കിലും ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി അത്രത്തോളം അടുപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു 6-7 വർഷത്തിൽ എനിക്ക് കൂടുതൽ എൻ്റെ പെരിഞ്ചല്ലൂരിനെയും എൻ്റെ ഗ്രാമത്തിനെ പറ്റിയിട്ട് എൻ്റെ ഈ നാടിനെ പറ്റിയിട്ട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഫോക്ലോറിസ്റ്റ് ഗിരീഷ് പൂക്കോത്തിന്റെ ത്രൂ ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും അത് ജ്ഞാനം തരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വ്യക്തിത്വം ഗിരീഷ് പൂക്കോത്താണ്. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ബദ്രീനാഥായിട്ട് എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ, അതായത് ഈശ്വർ പ്രസാദ് റാവൽജി അവിടെ മുഖ്യ റാവൽജിയായിട്ട് ചാർജ് എടുത്ത ശേഷമാണ് എനിക്ക് ആ ഡിഫറൻസ് കുറച്ചുകൂടി എങ്ങനെയാണ് ഡിവിനിറ്റി, ആ പോസിറ്റീവ് എനർജി എന്താണ് ആ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ നമ്മുടെ മലബാറുകാർക്കും പെരിഞ്ചല്ലൂരുകാർക്കും ഈ ഒരു ഭാഗത്തുള്ളവർക്കും റാവൽജിയെ പറ്റി കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലയിലുള്ളതൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഞാൻ ഗിരീഷ് ജിയെ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ കൊണ്ടുപോയിരുന്നു, മനയിൽ കൊണ്ടുപോയിരുന്നു. അവിടെ ചെയ്ത ഇന്റർവ്യൂയുടെ കംപ്ലീറ്റ് ഒരു ഒരു ഡീറ്റെയിൽ ഇതാണ്. സോ ഇന്നത്തെ ദിവസം എനിക്കിത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ 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 സന്തോഷമുണ്ട്. കാരണം ഇത് ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല ഈ മലബാറിലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഒരു രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പറ്റി 14 അധ്യായം അല്ലെ 22 അധ്യായം ഞാൻ വായിച്ചിട്ടുണ്ട്. 22 അധ്യായം ഓരോ ഇതും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ ഇതുകൂടി ആവുമ്പോൾ വലിയൊരു ഭാഗ്യം കുറച്ചുകൂടി ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഗിരീഷ്. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു നിമിഷമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ബദ്രീനാഥ് റാവൽജി ശ്രീ ബ്രഹ്മശ്രീ ഈശ്വർ പ്രസാദ് നമ്പൂതിരിയെ കാണാൻ വിജയ്ക്കൊപ്പം വടക്കേ ചന്ദ്രമാന ഇല്ലത്ത് എത്തിയത്. അദ്ദേഹവുമായി ഏറെ മണിക്കൂറുകൾ സംസാരിച്ച് ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് ഞാൻ ഇപ്പോൾ വിജയ്ക്ക് കൈമാറിയിട്ടുള്ളത്.
പിന്നെ ഈ ഒരു ചടങ്ങിലേക്ക് വിജയ് കഴിഞ്ഞ ദിവസം ക്ഷണിക്കുമ്പോൾ ഇവിടെ ഉള്ള നിലവിളക്കിൽ ഒരു തിരി തെളിയിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പക്ഷേ തിരി തെളിയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ അമ്മയ്ക്കായിരുന്നു ആ ഭാഗ്യം സിദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമായിട്ട് ഞാനിതിനെ കരുതുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഈ നവരാത്രി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഇവിടെ തിരിതെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും തന്നെ ഗുരുതുല്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ നവരാത്രി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശരി, അമ്മ തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇന്നത്തെ വേളയിൽ ഞാൻ അമ്മ വന്നത് എനിക്ക് സന്തോഷമായി. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എനിക്ക് എടുക്കാൻ വേണ്ടി വളരെ വളരെ നന്ദി. ശരി, പ്ലീസ് പ്ലീസ്. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മുടെ തലക്രമിൻ്റെ വേറൊരു രത്നമാണ്, അഭിമാനമാണ്. പക്ഷേ വളരെ സിമ്പിൾ, ഡൗൺ ടു എർത്ത് ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഫീൽ മറ്റുള്ളവരൊക്കെ ഈ സൗത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഷോ ഓഫ് ആണല്ലോ. പക്ഷെ അതൊന്നുമില്ല. ശരീരം പറഞ്ഞാൽ ഏത് സമയത്തും ആ ഒരു സിംപ്ലിസിറ്റി കൊണ്ട് ആ ലൈഫിൽ ഒരു മാറ്റം വരുത്തുന്ന ഒരു വ്യക്തിത്വം. സന്തോഷം, വലിയ സന്തോഷം. അങ്ങനെ ഉണ്ടാവും നമുക്ക് ചെറിയ ആൾക്കാരോട് വലിയ ആരാധന, സ്നേഹക്കൂടുതൽ. എന്താ പറയുക, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഈ സ്നേഹക്കൂടുതലുള്ള ആരാധന വരുന്നത് ചെറുപ്പ രീതിയിൽ പ്രയോഗമായിപ്പോൾ സ്നേഹക്കൂടുതലുള്ള വ്യക്തി തന്നെയാണ് വിജയ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയുന്നത് എന്താണ്, ലിറ്ററലി കമ്മ്യൂണിസമയുടെ ബ്ലഡ്, അതിൻ്റെ അനന്തരാവകാശനൊക്കെ പറയുന്നത്. അത് ആ അർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കണം ഒരുപാട് കാര്യങ്ങൾ. കമ്മ്യൂണിസം ചെയ്തൊക്കെ പുതിയ കാലത്ത് ആ രീതിയിലല്ലല്ലോ ചേട്ടാ. അതിന് പുതിയ കാലത്ത് ആ രീതിയിലുള്ള പുതിയ കാലത്തിൻ്റെതായ പ്രത്യേകത, അതിൻ്റെ ആ രീതിയിലുള്ള അതിനുള്ള ശ്രമങ്ങൾ വലുതായിട്ട് നടക്കുന്നു. വലിയ വലിയ ശ്രമങ്ങളാണ്. നമ്മൾ ആരും ചിന്തിക്കാൻ പോലും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്ഥാപനം ഉണ്ടാവാം. ഇവിടെ പറയുന്ന രീതിയിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സംഗീതജ്ഞരെയും വലിയ കലാകാരന്മാരെയൊക്കെ കൊണ്ടുവന്ന പരിപാടികൾ അവതരിപ്പിക്കുന്ന വലിയ കാര്യമാണ്. സംഗീതത്തിനൊക്കെ ഒത്തിരി അപ്പുറം ഉണ്ടായിരുന്ന വലിയൊരു കാര്യം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ സംഗീതം കാണാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ കേട്ടുകൾ. വലിയ ലെജൻഡ് തലക്രമിൻ്റെ ഏറ്റവും വലിയ പേര്. തലക്രമിൻ്റെ അങ്ങനെയാണല്ലോ, തലക്രമിൻ്റെ ഏറ്റവും വലിയ പേര്, തലക്രമിൻ്റെ ഏറ്റവും വലിയ വൈകാരികത കമ്മ്യൂണിസമയാണ്. കമ്മ്യൂണിസമയുടെ അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി അതിൻ്റെ പിന്മുറക്കാരൻ തന്നെയാണെന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്നുള്ള വലിയ സന്തോഷം. ഈ ഒരു ഉദ്യമത്തിന് വലിയ വിജയം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രമേ സന്തോഷം. ഷെറിയത്തിന് എഴുതിയതാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് കമ്പനി സ്വാമിയുടെ കഥ തലക്രമിൻ്റെയും ഷെറിയത്തിന് എഴുതിയതാണ്. തലക്രമ ടൈംസ് എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ചെറിയ പത്രമായിരുന്നില്ല, അന്നത്തെ ഓണത്തെ ലീഡിങ് ഇതായിരുന്നു. സോ അത്രത്തോളം അദ്ദേഹം എനിക്കറിയുന്നതിന് കൂടുതൽ അദ്ദേഹം അത് പലരെയും കണ്ട് റിസർച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയത്. അങ്ങനെയാണ് പല കാര്യങ്ങളും എനിക്കും അറിയാൻ കഴിയുന്നത്. സോ ആ കൃതജ്ഞത ഞാൻ എപ്പോഴും ഞാൻ അറിയിക്കുകയാണ്. രഞ്ജീവ് ഡോക്ടർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ശരി, നേരത്തെ പറഞ്ഞതുപോലെ ശരിക്ക് കാണാൻ ഭാഗ്യമുണ്ടായിട്ടാന്ന് പറഞ്ഞു. ശരിക്ക് കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തലയിൽ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലോറിങ്സ് സമയത്ത് അച്ഛനാണ്. എന്തായാലും തളിപ്പറമ്പിൽ അല്ലെങ്കിൽ പെരിഞ്ചല്ലൂരിൽ വളരെയേറെ പുതുമകൾ കൊണ്ടുവന്ന കബീർ സ്വാമിയുടെ പ്രബോധകൻ വിജയ് നീലകണ്ഠൻ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. അപ്പൊ ഇനിയും പലതും കാണാനുണ്ട്, അത്ഭുതങ്ങൾ പലതും കാണാനുണ്ട്. ഇനി തലപ്പുറത്തുകാർക്ക് നമ്മൾ ഏറ്റുമുട്ടിക്കും. ഇതിപ്പോ ഈ ബൊമ്മക്കുരു തുടങ്ങിയാക്കി തീരാൻ പാടില്ല എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും നമ്മളിങ്ങനെ വരേണ്ടി വരും വന്നിരിക്കും. ഇതിന്റെ എല്ലാ ഭാവങ്ങളും ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ബൊമ്മക്കുരു ദിവസത്തിലാണ് ഇപ്പോഴുള്ള സാധാരണയെ കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ വർഷം പറഞ്ഞ റെക്കോർഡുകളാണ്, അതൊന്നും മറിക്കാൻ പറ്റില്ല. സോ അത് തന്നെയാണ് ഇന്നും ഞങ്ങളുടെ ആ ഒരു ഫാമിലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ഉള്ളത്. വളരെ നന്ദി ശ്രീ വിനോദ്ജി. നമ്മുടെ പെരിഞ്ചല്ലൂർ സംഗീത സഭയുടെ ട്രസ്റ്റിയാണ്. ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ടീച്ചറാണ്. വയസ്സൊന്നും ചോദിക്കരുത്.
വളരെ 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 യങ്ങാണ്. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ടെൻഷൻ തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ അകത്ത് ഈശ്വര എങ്ങനെയാണ്. വിജയ്ക്ക് പകരം വിജയ് മാത്രം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചു കാലം ഇവരായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഉള്ളൊരു കഴിവ് ഇവിടെ നമ്മളൊരു സംഗീത സഭ കൊണ്ടുവന്ന് ഇതിൻ്റെ സ്ഥാപനം ഉണ്ടാക്കി, സംഗീത സഭ അനുഭവം ഉണ്ടാക്കി, ഇപ്പോൾ ബൊമ്മക്കുറിസ് കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കി തരികയാണ്. എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ, കംപ്ലീറ്റ് പെർഫെക്ഷൻ. അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ തന്നെ പറ്റില്ല. അത്രമാത്രം നമ്മുടെ പ്രസിഡന്റ് ഭയങ്കര ഇതുണ്ട് എല്ലാ കാര്യം. ഇനി അദ്ദേഹത്തിന്റെ കഴിവ് സൂചിച്ചാൽ ഇനിയൊരു കാണാനിരിക്കുന്നതേ ഉള്ളൂ. വലിയ വലിയ രീതിയിൽ സംഗതികളൊക്കെ നടക്കട്ടെ, എല്ലാം ഭംഗിയായി നടക്കട്ടെ. പിന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം രാഹുൽജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഒരിക്കൽ ഇവിടെ പോകാനൊരു അവസരം 2-3 വർഷം മുന്നേ ബദ്രീനാഥ് ക്ഷേത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡിലുള്ള ക്ഷേത്രത്തിൽ പോകാൻ അവർക്ക് 6 മാസം അടച്ചിരിക്കുന്ന മഞ്ഞുകൊണ്ട് ഐസായിട്ട് 6 മാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലെ അവിടുത്തെ മുഖ്യ കാർമ്മികരാണ് രാഹുൽജി എന്ന് പറയുന്ന ശ്രീ ഈശ്വർ പ്രസാദ് അവർ. അവിടെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മഹത്വം നാട്ടുകാർക്ക് എങ്ങനെ ഒരു നാടിൻ്റെ പ്രമാണിയാണ് അദ്ദേഹം. ഒരു അമ്പലത്തിൻ്റെ ഇത് പറഞ്ഞാൽ ആ നാട്ടിലെ ആൾക്കാർക്ക് അവിടുത്തെ മുഖ്യ മനഗ്രഹം കംപ്ലീറ്റ് അവിടെ അങ്ങനെയാണ്. അമ്പലം മാത്രമല്ല, നാട്ടിൽ അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു പൊസിഷനാണ് രാഹുൽജി എന്നുള്ള ആ നാടിൻ്റെ അമ്പലത്തിൻ്റെ. അങ്ങനെയുള്ളൊരു വ്യക്തി ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തി ഇവിടെ വരാനും അദ്ദേഹത്തിന് കാണാനൊക്കെ കണ്ടതിൽ വളരെയധികം സന്തോഷം. അങ്ങേറ്റം ഇതിൽ പങ്കെടുക്കാൻ ഇനിയും വിജയ്ക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് വിനോദ്ജി. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. ഇവിടെയൊക്കെ പൂജാരി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രമായിരിക്കാം, അല്ലെങ്കിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഈ രാഹുൽജി എന്നുള്ള ഒരു പൊസിഷൻ ബേസിക്കലി അതൊരു പണ്ട് കാലത്ത് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ശങ്കരാചാര്യർ തുടങ്ങി വെച്ച് ആ ഒരു ഏരിയയില്, ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ, ആ ഏരിയയിൽ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഇദ്ദേഹം വന്ന ശേഷമാണ് എന്താണോ, അതായത് ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, ഒരു TN ശേഷൻ വന്ന ശേഷമാണ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ള ഒരു പോസ്റ്റ് ഞങ്ങളൊക്കെ അറിഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഞാൻ അറിഞ്ഞത്. അതുപോലെ ഇദ്ദേഹം ചാരത്തെടുത്ത ശേഷമാണ് എന്തൊക്കെയാണ് ഒരു രാഹുൽജിക്കുള്ള ഒരു പൊസിഷൻ എന്ന്, എന്തൊക്കെ ഒരു രാഹുൽജിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതും. അത് കുറച്ച് പേഴ്സണൽ കാര്യം എനിക്കറിയാം, പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. അത്രത്തോളം അദ്ദേഹം ആ നാട്ടുകാർക്കും ആ പഹാഡീസ് ബേസിക്കലി ആ ഏരിയയിലുള്ളവർക്കും ചെയ്യണം. സ്വന്തം എത്രയോ ഗിഫ്റ്റ്, ലക്ഷക്കണക്കിന് രൂപയുള്ള ഗിഫ്റ്റ് നാട്ടുകാരുടെ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രത്തോളം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്താണ് ഇദ്ദേഹം. ഈ അവിടെ സേവ കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്കും അവിടെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അന്ന് ഞാൻ കൂടുതൽ അറിഞ്ഞു. എല്ലാ 5 കിലോമീറ്റേഴ്സ് ഇദ്ദേഹത്തിന് അവിടെ ഉള്ളവരുടെ സ്നേഹാത്രമായിരുന്നു. എല്ലാവരും കരയുന്നു. അങ്ങനെയുള്ള ഒരു നിമിഷങ്ങൾ, ആത്മ നിമിഷങ്ങളായിരുന്നു അത്. അപ്പോൾ അറിയാം എത്രത്തോളം അദ്ദേഹം ഓരോ വ്യക്തിയെയും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ വിനോദ്ജി പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭാഗ്യമാണ്. അതും ഈ നവരാത്രിയുടെ തുടക്കത്തിൽ. ഷഫീഖ് 2 വാക്ക്. നമസ്കാരം, എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ആദ്യമായി വിജയ്, നമുക്കറിയാം നമ്മൾ ഏതൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എല്ലാ പ്രോജക്ട്സിനും വളരെ നിർബന്ധമാണ്. പലപ്പോഴും ഞാൻ വിജയിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്, സംഗീത പരിപാടികളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ വളരെ കൺസിസ്റ്റന്റ് ആയി വിജയ് കോളേജ് മേറ്റ് ആണ്. വളരെ പ്രോംപ്റ്റായി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വിജയ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിപ്പം ഈ ഒരു ഇടം എല്ലാ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വന്നിരുന്ന് വളരെ സ്നേഹത്തോടുകൂടി കുടുംബം എന്ന വാക്ക് പോലെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പെരുഞ്ചല്ലൂർ കുടുംബത്തിന്റെ വലിയൊരു നന്മയാണ്. അങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് വിജയിക്കും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇതില് ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ നമുക്ക് ജാതി മതം പേര് കാലഘട്ടത്താവുമെന്ന് എനിക്കറിയില്ല. മനുഷ്യരായിട്ട് തന്നെയാണ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കണ്ടത്. അത് തന്നെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എസൻസും ഞാൻ കാണുന്നത്. ഒരു മറ്റു മതസ്ഥർ ഇവിടെ വരാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. ഒരു മനുഷ്യനായിട്ട് വരിക, പറ്റുമെങ്കിൽ മനുഷ്യശുദ്ധിയോടെ വരിക.
അത്ര മാത്രമേ ഞാൻ ഒരു പോയിന്റായിട്ട് പറയാറുള്ളൂ. സോ ഈ ഒരു സ്ഥലം എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും ഏത് സമയത്തും വേണമെങ്കിലും, ഈവൻ ബൊമ്മക്കൊരു ഞാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞ ഒരു ക്രിസ്തുവിന് ഇപ്രാവശ്യം മെക്ക വെക്കാനുള്ള ഒരു ഇതിലാണുള്ളത്. കാരണം പലതും ഞങ്ങൾക്കും അറിയില്ല. ഈ വെക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അവരുടെ മതങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിക്കാൻ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി. സോ ആ ഒരു ഇത് പറയുമ്പോൾ ഭദ്രതയും തെളിയിച്ചു കഴിഞ്ഞല്ലോ ശ്രീ ഷാജിജി വന്നതും അദ്ദേഹത്തെ ഞങ്ങളുടെ ക്ഷണിക്കാൻ പ്ലീസ്. ഷാജി എന്നുള്ള പേരൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ അല്ലേ, ചില സമയം അങ്ങനെ കുറച്ച് പേരുകൾ ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ ഇദ്ദേഹം ക്രിസ്ത്യനാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ബന്ധത്തിൽ ഒരു മാറ്റം അതിൽ വന്നിട്ടില്ല. താങ്ക് യു. എല്ലാ കാര്യങ്ങളും ഏതാണ്ട് എല്ലാവരും പറഞ്ഞു. വളരെ ഇതിൻ്റെ പിന്നീടുള്ള എന്തായിരുന്നു ഇതിനെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് ഈ ഓരോ കൊല്ലിൽപ്പെട്ട അതും അടുത്ത ഇപ്പോൾ വിജയ് പറഞ്ഞു കഴിഞ്ഞു ഇതിന് കാര്യങ്ങളോടും നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെ സൂക്ഷിക്കും എന്നുള്ളത് ഒരു കാര്യം. ഈ കാലത്ത് ഇപ്പോൾ ഓണം വന്നാലും എന്ത് ഉത്സവം വന്നാലും ജസ്റ്റ് ഓർഡർ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള കഴിവുകൾക്ക് ഇതുപോലെ കമ്മിറ്റ്മെൻറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കാണിച്ചു കൊടുക്കുന്ന വിജയ് തീർച്ചയായിട്ടും യുവതലമുറയ്ക്ക് വരുന്ന യങ്സ്റ്റേഴ്സ് കണ്ടുപിടിക്കുന്ന അതിലെ അവർക്ക് എല്ലാവർക്കും മാതൃകയാകുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സംശയം ഇത്രയുള്ളായിരുന്നു. ഇതെങ്ങനെ സൂക്ഷിക്കും അടുത്ത വർഷം വരെ? അടുത്ത വർഷമല്ല, ഇനി ഇത് എത്ര കാലം പോവോ അത്രയും കാലം. എന്തായാലും ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത തവണയിൽ നമുക്ക് ഈ കൂടി ഇരിക്കുന്നവരില്ല. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നത് എല്ലാവരും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പം വരാൻ കഴിയുമെന്ന് തോന്നുന്നു. അതുപോലെ 1:45-2 മണിക്കൂറായി ഇതേ നിപ്പ് ഞങ്ങൾ ആദ്യം നിൽക്കുന്നു. ആർക്കും ഒരു മടുപ്പില്ല. ഇനിയും ഇത് തുടർന്ന് എത്ര സമയം എടുക്കാൻ നിൽക്കാൻ തയ്യാറാണ്. എല്ലാ വിശ്വാസങ്ങളും നിന്ന് വിജയിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി 6 ദിവസത്തിലാണ് ഇത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചുകൂടി ഒരു 1 ഇയറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് അത്രത്തോളം ടെൻഷനില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ റീചാർജ് വന്നിട്ടുണ്ട്. നമ്മുടെ മൈ ഗ്രൂപ്പിലെ അംഗമാണ്. അവരുടെ ഒരു 3-4 ഫ്രണ്ട്സും വന്ന് എന്നെ വളരെയധികം സഹായിച്ചു. കാരണം ഇത് ഓരോ സീക്വൻസ് ഉണ്ടാകുമ്പോൾ ആ സീക്വൻസിൽ ഞങ്ങൾ വെക്കും. പക്ഷെ ഇത് കംപ്ലീറ്റ് എടുത്ത് മാറ്റി വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അതായത് ബോക്സിൽ പോകണം, കുറേ ഇഷ്യൂസ് ഉണ്ട്. അതേ ബോക്സ് തന്നെ അടുത്ത കൊല്ലം എടുക്കണം, അറിയണം, ലേബലിംഗ് ഒക്കെ കറക്റ്റ് ആവണം. കുറച്ച് ഇഷ്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിനൊരു ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല. കാരണം പ്രൊമോഷൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറയുന്നത്, ഞാൻ ആക്ച്വലി ഒരു ദിവസം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ പ്രൊമോഷൻ അന്ന് പറഞ്ഞു എനിക്ക് ഇത് റെസ്റ്റ് കിട്ടില്ല എന്ന്. അതുപോലെ തന്നെ ആയിരുന്നു ആ ഒരു 8 ദിവസം ഡെയിലി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒരു ചെറിയ വിഷയമുണ്ട്, സാരമില്ല, ക്ഷമിക്കാം. ഡിസംബറിൽ യേശു ജനിക്കുള്ളൂ. ഞാൻ കയറിയപ്പോൾ തന്നെ ജനിച്ചു. അത് പറഞ്ഞു. അപ്പം ആ ഒരു നല്ല പോയിന്റും അതൊരു ഇതായിട്ട് തന്നെ ഞാൻ പ്രൊമോഷൻ മൊത്തത്തിൽ എടുക്കുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അതേപോലെ ആയതുകൊണ്ട് 9 to 10 to 11 to 12 ആണ് ജനറൽ പബ്ലിക്കിന് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും ഡെയിലി കുട്ടികൾ ഉച്ചയ്ക്ക് വരുമായിരുന്നു, ഈവനിങ് വരുമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ജോയ്ഫുൾ. എൻ്റെ സിസ്റ്ററുണ്ട്, അമ്മയുണ്ട്, ഇളയമ്മയുണ്ട്, ബാക്കി എല്ലാവരും കൂടിയിട്ട് ഫുഡിന്റെ പ്രസാദമൊക്കെ അവര് നോക്കിക്കൊള്ളും. സോ ഇറ്റ് വാസ് വണ്ടർഫുൾ. ഒരു ക്ഷീണമൊന്നും അങ്ങനെ തോന്നിയില്ല. സോ അതുകൊണ്ട് ഈ ഒരു ബൊമ്മക്കൊലു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെറും ഒരു ഭാവയിലോ അല്ലെങ്കിൽ ബൊമ്മ എന്ന് മാത്രം കാണാതെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കുറച്ചുകൂടി, ബിക്കോസ് ഇറ്റ്സ് എ ചാലഞ്ച്. നെക്സ്റ്റ് ഇയർ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട് സാർ, ഞാൻ എക്കണോമിക്സിൽ പഠിച്ചത്. അത് എല്ലാ വർഷം കൂടുമ്പോൾ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. സോ ഇറ്റ് ഇസ് മോർ ചാലഞ്ചിങ് ആക്ച്വലി. അടുത്ത വർഷം കൂടുതൽ എന്തൊക്കെയാണ് പുതിയ തീം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്, അതിലൊരു സ്റ്റോറി. ഇപ്രാവശ്യം ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ ദി ബൊമ്മക്കൊലുണ്ട്. അപ്പോൾ ഞാൻ ചിന്മയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, വിവേകാനന്ദ സ്കൂൾ, അങ്ങനെ 2-3 സ്കൂളിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഈ ബൊമ്മക്കൊലു കാണാൻ. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ ബേസിൽ എന്താണ് കഥ, എന്താണ് ഉള്ളതെന്നുള്ളത്. കാരണം ഇത് പ്രമോദൻ പറഞ്ഞതുപോലെ
കുട്ടികൾക്ക് മാത്രമല്ല, ഐ തിങ്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലോണം അറിയാൻ തോന്നുന്നുണ്ട്. ഞാനൊരു സ്ഥലത്ത് ക്ലാസ്സിൽ കുട്ടികൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാം. പർട്ടിക്കുലർലി ചിന്മയായ വിവേകാനന്ദ സ്കൂൾ കുട്ടികൾക്ക് നല്ലോണം അറിയാം. നമ്മളൊക്കെ ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് കുട്ടികളെ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ആ ഒരു ഇതുകൂടി വരുന്നുണ്ട്. ആരെങ്കിലും ഒരു സംസാരിക്കാൻ പ്ലീസ്. ഞാൻ ഇനി പേര് വിളിക്കുന്നില്ല. ആരെങ്കിലും രാജേഷ് പ്ലീസ്. ആദരണീയനായ രാമജി, പ്രിയ സുഹൃത്ത് വിജയ്, മറ്റു പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഇതേ സമയം ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടായി. ഇന്നും എന്താണെന്നറിയില്ല, ആ ഭാഗ്യം സിദ്ധിച്ചു. ഇവിടെ വരുമ്പോൾ പലരെയും പല വ്യത്യസ്ത എന്താ പറയുക വ്യത്യസ്ത വിവാഹത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് ഇനി നവരാത്രിയുടെ എന്ത് ഐതിഹ്യമായാലും ഏതായാലും ഞാനൊന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മുടെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനും ഒരേ സഹോദര മനസ്സോടുകൂടി കൊണ്ടുപോകാനുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനെപ്പോഴും അങ്ങനെയാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരുമായിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും വിജയ് എന്നെ സംബന്ധിച്ചിട്ട് വിജയൻ്റെ ഫാമിലിയും എൻ്റെ കുടുംബം പോലെയാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. ഞാനും കുടുംബവും അവിടുത്തെ നിത്യ സന്ദർശകരും കൂടിയാണ്. എല്ലാവിധ, കാരണം ഇന്നത്തെ അറിയാമല്ലോ, നമ്മുടെ ഒരു വിജയ് ഈ താടിയും മുടിയും ഒക്കെ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. പ്രായത്തിൽ നമ്മളെക്കാളൊക്കെ ജൂനിയറാണ്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെയുള്ള ഒരു സമയത്തിന് വേണ്ടി ചെലവഴിക്കാൻ കിട്ടുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ എന്താ പറയുക, ഓരോ സമയത്തും ഞാൻ എപ്പോഴും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് ഫാർമ ഫീൽഡ് സെയിൽസും ആയതുകൊണ്ട് ഞാൻ അതുമായിട്ട് കണ്ടിട്ട് എപ്പോഴും സംസാരിക്കും. നമുക്ക് പുതിയ മിറാക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഫീൽഡിൽ പറയും സെയിൽസ് നമുക്ക് ഉണ്ടാക്കാം, 1-2 മാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അദ്ദേഹം അത് കൃത്യതയോടെ ചെയ്യുന്നു. സന്തോഷം, എല്ലാവിധ എന്താ പറയുക ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും തമ്പുരാൻ്റെ രക്ഷകർത്തത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇതൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്രാഫ്റ്റാണ്. അവിടെ ഇതൊരു റൂട്ടാണ്. അതായത് ഈ വെള്ള കളറിൽ കാണുന്നത് അവിടെയുള്ള ഒരു വാട്ടർ പ്ലാന്റിന്റെ റൂട്ടാണ്. അത് അവരെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന അവിടുത്തെ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആർട്ട് വർക്കാണ്. നമുക്ക് ഇവിടെ കിട്ടില്ല. ഇത്രയും മൈന്യൂട്ടായിട്ട് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് അല്ലേ? ഒന്ന് നോക്കൂ എങ്ങനെയാണ് ഇതിൽ അവർ കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് പ്യൂർലി എനർജി. ഇതുപോലെ തന്നെയാണ് ഓരോ ബൊമ്മ. ഇതൊന്നും മെഷീനിൽ ചെയ്യുന്നതല്ല. 1 സെക്കൻഡ് പ്രാവശ്യം ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഫേസോ ആ ഒരു ഇത് കിട്ടില്ല, എക്സ്പീരിയൻസോ കിട്ടില്ല. So definitely, this is a time that we respect all the craftsmen, എല്ലാവരും ഇതിൽ ഉള്ള ഒരു അസാധ്യമാണ്. ഇവൻ വരയ്ക്കുന്ന ദേവിയുടെ മുഖത്തിന്റെ ഷേപ്പും എല്ലാം വ്യത്യസ്തമാണ്, ഓരോന്നും വ്യത്യസ്തമാണ്. സോ ബേസിക്കലി അന്നത്തെ മൂഡ് പോലെ ആയിരിക്കും അവരുടെ വർക്ക് വരിക. വണ്ടർഫുൾ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ വർക്ക് ഈസ് വർഷിപ്പ്. ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അവർ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ ഈ ഒരു എനർജി നമ്മൾ ഓൾവേസ് റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ബൊമ്മഫിലു എന്ന് പറയുന്നത് വെറുമൊരു ബൊമ്മയായി കാണാതെ ഇതിലുള്ള അവർ നൽകിയ ഒരു എനർജിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ അത് ദേവീ രൂപത്തിൽ. ആർക്കെങ്കിലും സംസാരിക്കാം? ഒരു ചെറിയൊരു പാട്ട് നമുക്ക് കേൾക്കാം. ആർട്ട് ഓഫ് ലിവിംഗിൽ ഇന്ന് ഉള്ള ഏറ്റവും വലിയ സിംഗറാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, അദ്ദേഹം ഇത് പറയാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു, പക്ഷെ ഞാൻ പറയും. അദ്ദേഹം തളിപ്പറമ്പിൽ ജനിച്ചു എന്നുള്ളൊരു ഇത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ടെന്താ ഞങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹം വളർന്ന ആർട്ട് ഓഫ് ലിവിംഗിലെ ഏറ്റവും വലിയൊരു ഗായകനായിട്ട് മാറി.
എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വലിയൊരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു വലിയൊരു ശ്ലോകം ഏതായാലും നവരാത്രി തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു 2 വരി ശ്ലോകം ശരിയായി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇങ്ങനെ ഗാംഭീര്യമുള്ള ഈ ഒരു പാട്ടിൻ്റെ പാടാനുള്ളൊരു കഴിവ് പ്രസാദിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞത് 2016. അതിനുശേഷം എത്രയോ സന്ധ്യകൾ ഞങ്ങൾ ഇവിടെ വെച്ച് ഭജന ചെയ്തിട്ടുണ്ട്. സത്യം ഇവരൊക്കെയാണ് റിയൽ അസറ്റ്സ്. അത്രത്തോളം, അതായത് ശരിക്ക് ഒരു ശിവന്റെ പാട്ട് പാടിയാൽ ഭഗവാൻ നേരെ പ്രത്യക്ഷമാണ്. കൃഷ്ണൻ്റെ ഒരു പാട്ട് പാടിയാൽ അവിടെ കൃഷ്ണൻ ഇരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാനത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തോട് പറയുന്നത്. ദേവിയുടെ പാടി കഴിഞ്ഞാൽ ദേവിയോട് അത്രത്തോളം ഇൻവോൾവ് ചെയ്ത് പാടുന്ന ഒരു ഇതാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. മുള്ളൂർ പ്രദേശമാണ്. പ്രസാദ് മുള്ളൂർ എന്നാണ് പേര്. പക്ഷെ ഞാൻ ആ മുള്ളൂർ പറയുന്നത് പ്രസാദ് തലപ്പുറം വളരെ ഡെഡിക്കേറ്റഡ് ആയ കഴിഞ്ഞ അദ്ദേഹം റീസെന്റ് ഒരു 2 വർഷം മുന്നേ ഔട്ട് ഓഫ് ലിമിറ്റ് ടീച്ചർ ക്ലാസ്സസ് എടുക്കാറുണ്ട്. ഇതൊക്കെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ ഒരു ഗുരുവിടെ കടാക്ഷം ലഭിക്കുക, അത് ആ കടാക്ഷം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു നമ്മളെ പോലെയുള്ള സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരും ഇങ്ങനെയുള്ള എനർജിയിൽ വിശ്വസിക്കുന്നവരും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യമാണ്. പ്രസാദ്ജി വളരെ ഞാൻ ഇപ്പോഴും അദ്ദേഹം ഗുരുവിനെ പറ്റിയൊരു പാട്ടുണ്ട്. അത് എപ്പോഴും ഞാൻ ഡെയിലി ഞാൻ കേട്ടിട്ട് എണീക്കാറുള്ളൂ. ഇവൻ ഞാൻ ഓർമ്മയുള്ളൂ. 4 വലിയ ഇറ്റ്സ് അമേസിങ്. അതിൻ്റെ വേർഡിങ്സ് ആയാലും ശരി, എൻ്റെ പാടുന്ന രീതിയായാലും ശരി, വളരെ സന്തോഷം. സോ ഇന്ന് ഇത്രയും നേരം നിങ്ങളൊക്കെ നിർത്തിച്ചതിന് കാരണം എന്നെ പണ്ട് സ്കൂളിൽ 2-3 വർഷം നിർത്തിയിട്ടുണ്ട്. അതിന്റെ വിഷമം എനിക്കറിയാം. പക്ഷെ 1.5 മണിക്കൂർ രണ്ടും നിർത്തിയിരുന്നു. പുറത്തും അളവ് എല്ലാം നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതെ, എല്ലായിടത്തും നിന്നിട്ടുണ്ട്. ബസ്സിൽ നിന്നിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ. സോ എനിക്ക് അതിന്റെ വിഷമം അറിയുന്നതാണ്. പക്ഷെ ഇന്നൊരു ദിവസം എല്ലാവരും ഇവിടെ വന്ന് ഈ ഒരു നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഈ ഒരു ബൊമ്മക്കൊല്ലു ഉത്സവത്തിന് നല്ല രീതിയിൽ ഒരു ഉത്സവമാക്കി മാറ്റിയതിന് ഓരോ വ്യക്തികളുടെ കാൽപാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിന് നന്ദി പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ അത് കൃതജ്ഞതയായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും കുറച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ പുറത്തിപ്പോൾ വന്നതാണ് ഞാൻ അറിഞ്ഞത്. അവരെ കൂടി കൂടുതൽ അറിഞ്ഞ് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ ഞാൻ പറയട്ടെ. എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് ഇന്ന് നമുക്ക് ബദ്രീനാഥ് രമൺ റാവൽജി ഈശ്വർ പ്രസാദ് ഇവിടെ കിട്ടിയത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം, അദ്ദേഹത്തിന്റെ ഓറ എന്താണ് പോസിറ്റിവിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. സോ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അദ്ദേഹത്തിനുള്ള സമയം ചെലവഴിക്കാൻ കിട്ടുന്നു, അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒരിക്കൽ കൂടി താങ്കളുടെ കാൽപാദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു നവരാത്രി ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണമായ നിമിഷങ്ങൾ വരട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ദൈവം ഡെഫിനറ്റ്ലി അത് ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി കൂടി ഭഗവാൻ ദേവന്മാർ എല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവരോടും ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. പ്രസാദമുണ്ട്, ആ പ്രസാദം കഴിഞ്ഞ് എല്ലാം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല.
ഇത് കൂടുതൽ എല്ലാത്തിലും